ലയണൽ മെസ്സിയെ പോലെ ഫിഫ ലോകകപ്പ് നേടുകയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഏറ്റവും വലിയ സ്വപ്നം. 40 വയസ്സ് പിന്നിട്ടിട്ടും ഈ സ്വപ്നം പൂർത്തിയാക്കാൻ 2026 ലോകകപ്പിൽ കളിക്കാനുള്ള ശ്രമത്തിലാണ് റൊണാൾഡോ. ഈ ലോകകപ്പിൽ റൊണാൾഡോയുടെ പ്രകടനം എങ്ങനെയായിരിക്കുമെന്ന് പ്രവചിക്കുകയാണ് ചെൽസിയുടെ മുൻ താരം വില്യം ഗാലസ്. ലോകകപ്പിൽ പോർച്ചുഗലിനൊപ്പം റൊണാൾഡോയ്ക്ക് ആദ്യ 11-ൽ അവസരം ലഭിക്കില്ലെന്നും ലോകകപ്പ് എന്ന സ്വപ്നം റൊണാൾഡോയ്ക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കില്ലെന്നുമാണ് ചെൽസിയുടെ മുൻ താരം അഭിപ്രായപ്പെട്ടത്. ക്രിസ്ത്യാനോ റൊണാൾഡോ അടുത്ത ലോകകപ്പിൽ പങ്കെടുക്കും. ഇത് വളരെ വൈകാരികമായിരിക്കും. ലോകകപ്പിൽ അദ്ദേഹത്തിന് ആദ്യ 11-ൽ കളിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് ബെഞ്ചിൽ നിന്നും പകരക്കാരനായി ഇറങ്ങാം. പോർച്ചുഗൽ ശക്തമായ ടീമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ റൊണാൾഡോയ്ക്ക് ലോകകപ്പ് എന്ന തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് കണ്ണീരിൽ അവസാനിക്കാൻ സാധ്യതയുണ്ടെന്നും വില്യം ഗാലസ് പ്രൈം കാസിനോയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. അടുത്ത വർഷം നടക്കുന്ന ഫിഫ ലോകകപ്പിലും റൊണാൾഡോ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2026 ലോകകപ്പിന്റെ ഭാഗമാവാൻ റൊണാൾഡോയ്ക്ക് സാധിച്ചാൽ 6 ലോകകപ്പുകളിൽ കളിക്കുന്ന താരമായി മാറാനും റൊണാൾഡോയ്ക്ക് സാധിക്കും. അതേസമയം അടുത്തിടെ അവസാനിച്ച യുവേഫ നേഷൻസ് ലീഗ് കിരീടം പോർച്ചുഗൽ സ്വന്തമാക്കിയിരുന്നു. പോർച്ചുഗലിന്റെ 2ാം യുവേഫ നേഷൻസ് ലീഗ് കിരീട നേട്ടമായിരുന്നു ഇത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.